ഞാൻ ചോദിക്കട്ടെ, അച്ചായന് ഒരു നെഗറ്റീവ് വന്നപ്പോഴാണ് ഇപ്പൊ ഈ വിഷയങ്ങളൊക്കെ വന്നത്. ഇത്രയും നാൾ ഇവളുമാരൊക്കെ എവിടെയായിരുന്നു? ഇത്രയും നാൾ ഇവളുമാർക്ക് പറയണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്ക് ഒരു നെഗറ്റീവ് അടിക്കാൻ വേണ്ടി ശത്രുക്കൾ കാത്തിരുന്നു. ചായന്റെ കുറെ വിശേഷങ്ങളാ ഞാൻ പണ്ടേ മറ്റേ ക്യാമറ നാട്ടിൽ മൊത്തം ടോണിച്ചായന്റെ കുറെ വിശേഷങ്ങളാ ഞാൻ പണ്ടേ ഇവളോട് ഞാൻ പറഞ്ഞായിരുന്നു ഞാനൊരു വീഡിയോ എടുത്ത് ചെയ്യാന്നുള്ള. ടോണി അച്ചായൻ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നേക്കുന്നത്. 2-3 ദിവസം മുമ്പ് ഞാൻ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, 2-3 ദിവസം മുമ്പ്. അപ്പൊ ആ ഒരു വീഡിയോ അല്ല, ഈ ലൈഫ് മിഷൻ പദ്ധതിയില്ല പുള്ളി കൊണ്ട് കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 3-5 ലക്ഷം രൂപ, 3.5 ലക്ഷം രൂപ അവിടുത്തെ പണിക്കാരനും കൊടുത്തിട്ടുണ്ടായിരുന്നു, 1.5 ലക്ഷം രൂപ വീട്ടുകാരെയും കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് 31ാമത്തെ വീടെന്നും പറഞ്ഞിട്ട് അയാൾ നവംബർ 15-ാം തീയതി പോസ്റ്റും ചെയ്തു. അതേ വീട്ടുകാർ തന്നെ ജനുവരി ആയപ്പോഴത്തേക്ക് ലൈഫ് മിഷൻ പദ്ധതിയാണെന്നും പറഞ്ഞിട്ട് അവർ ഇവിടുത്തെ ഗവൺമെന്റിനെ പൊക്കി പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ കാണാനിടയായത്, പിന്നെ നമ്മളെല്ലാവരും അതിനെക്കുറിച്ച് ചർച്ചയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ വീട്ടുകാർ ഇന്നലെയാണ് പറഞ്ഞത്, ഈ പറയുന്ന ടോണി അച്ചായനും 5-6 ലക്ഷം രൂപ തന്നായിരുന്നു എന്നുള്ള രീതിയിലാണ്. ടോണി അച്ചായൻ 5-6 ലക്ഷം രൂപ തന്നു എന്നുള്ള രീതിയിലാണ്. അപ്പൊ നിങ്ങൾ തന്നെ പറയാം, ഇതിപ്പോ ഒരു ഗവൺമെന്റ് പ്രോപ്പർട്ടി, ഒരു ഗവൺമെന്റിന്റെ ഒരു വീട്, അച്ചായൻ കുറച്ച് പൈസ കൊടുത്തെന്നും പറഞ്ഞാൽ അച്ചായന്റെ വീടാവൂ? ഞാൻ അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. ഓക്കെ, അത് ഞാനായിട്ടൊന്നും പറയുന്നില്ല, ഞാൻ എന്റെ അഭിപ്രായങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു. പക്ഷെ ജനങ്ങൾ അച്ചായൻ 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 അദ്ദേഹം അത്രയെങ്കിലും കൊടുക്കാൻ കാണിച്ചല്ലോ, അദ്ദേഹം അത്രയെങ്കിലും രൂപ കൊടുക്കാൻ കാണിച്ചല്ലോ, നീയൊക്കെ എന്ത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ എന്നെ തന്തയ്ക്കും തലയ്ക്കൊക്കെ ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചു. പേഴ്സണലി എനിക്ക് തെറി വിളിച്ചു. പിന്നെ എന്റെ സുഹൃത്ത്, നിനക്ക് നാണമില്ലെന്ന് എന്നോട് ചോദിച്ചു. എൻ്റെ ഒരു ഒറ്റ ചങ്ങാതിയാണ്, ഒരു പെൺകുട്ടിയാണ്. നിനക്ക് അതും കുറെ നാൾക്ക് ശേഷം എന്നോട് മെസ്സേജ് അയക്കുന്നത്, നിനക്ക് നാണമില്ലെന്ന് ചോദിച്ചു. എന്തിനാ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു. ഓക്കെ, എന്തോ ആയിക്കോട്ടെ, അതേ 1 രൂപയെങ്കിലും കൊടുത്തു എന്ന് ചോദിച്ചു. ഞാൻ തർക്കമായി, ഞങ്ങൾ അങ്ങോട്ടും കൂടെ തർക്കമായി. എന്തോ ആയിക്കോട്ടെ, ഗവൺമെന്റിന്റെ ഒരു ഇതിലാണ് പുള്ളി കൊണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പം അതങ്ങനെ പുള്ളിയുടെ ആവുമെന്ന് പറഞ്ഞപ്പോൾ, എടാ ഞാൻ 1 രൂപയെങ്കിലും ആ പാവങ്ങൾക്ക് കൊടുക്കാൻ കാണിച്ചല്ലോ, അവരുടെ വിഷമം കൊണ്ടല്ലേ എന്നും പറഞ്ഞുള്ള രീതി പിന്നെ ഞങ്ങളുടെ തർക്കമായി. അത് കഴിഞ്ഞപ്പോഴാണ് വേറൊരു വിഷയം കയറി വരുന്നത്, ക്യാൻസർ രോഗിയെ സഹായിച്ചെന്നും പറഞ്ഞുള്ള രീതിയിലാണ്. ഞാൻ ആ ഒരു കാര്യം സ്റ്റഡി ചെയ്തപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, ആ സ്ത്രീ കള്ളം പറയുന്നുണ്ട്. ഒന്നെങ്കിൽ ഈ പറയുന്ന ടോണി അച്ചായനെ പറഞ്ഞു പറ്റിച്ചാണ്. എന്തായാലും അദ്ദേഹം പൈസ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു മനുഷ്യനെ തിരിഞ്ഞു കൊടുക്കാത്ത സമയത്താണെങ്കിൽ ടോണി അച്ചായൻ നല്ല രീതിയിൽ പൈസയും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവരുടെ ഹസ്ബൻഡിന്റെ ക്യാൻസർ ആണോ മകന് ക്യാൻസർ ആണോ അതിന്റെ കറക്റ്റ് ഡീറ്റെയിൽ അറിയത്തില്ല. പിന്നെ ഹസ്ബൻഡിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവർ കൊടുത്തിട്ടില്ലായിരുന്നു. അത് ഏതെങ്കിലും വഴി അന്വേഷിച്ച് കിട്ടുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഞാൻ ഇവിടെ വീഡിയോ കാണിക്കുന്നതായിരിക്കും. ഒരു കാര്യം പറയാം, അച്ഛൻ അവർക്ക് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഹെൽപ്പും കാര്യങ്ങളൊക്കെ പുള്ളി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇവർക്ക് വയ്യ, അവരുടെ കുടുംബം മൊത്തം ക്യാൻസർ ആണെന്ന് അറിഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരൻ കൊണ്ട് പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്തത്. പക്ഷെ നാട്ടുകാർ പറയുന്നത് എന്താ വെച്ചാൽ ഇവർ കള്ളരാണെന്നാണ് പറയുന്നത്. അച്ഛൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ എന്റെ പൊന്നോ വോയിസ് ഞാൻ വെച്ചുതരാം, നിങ്ങളൊന്ന് കേട്ട് നോക്ക്. ഞാൻ ചോദിക്കട്ടെ, അച്ചായന് ഒരു നെഗറ്റീവ് വന്നപ്പോഴാണ് ഇപ്പൊ ഈ വിഷയങ്ങളൊക്കെ വന്നത്. ഇത്രയും നാൾ ഇവളുമാരൊക്കെ എവിടെയായിരുന്നു? ഇത്രയും നാൾ ഇവളുമാർക്ക് പറയണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്ക് ഒരു നെഗറ്റീവ് അടിക്കാൻ വേണ്ടി ശത്രുക്കൾ കാത്തിരുന്നു. ഞാൻ പറയട്ടെ, ഇവർക്ക് ആർക്കെങ്കിലും ഇതുപോലെ നന്മ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഈ പറയുന്നല്ലോ, ഇവർക്ക് ഇതുപോലെ എന്തെങ്കിലും ചാരിറ്റി ചെയ്ത് ഇവർക്ക് മുന്നോട്ട് പോയിക്കൂടെ? ഇവര് ബാക്കിയുള്ളവരെ തകർക്കാൻ നോക്കുന്ന എന്തിനാണ്? എന്തായാലും അച്ചായൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ ആർക്കും ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല. എല്ലാവർക്കും പാവങ്ങൾക്ക് സഹായമല്ലേ ചെയ്തിട്ടുള്ളൂ. അത് അയാളെ വണ്ടിന്നായാലും അയാൾ എങ്ങനെയായാലും അയാൾ നല്ല കാര്യമല്ലേ ഈ ലോകത്ത് ചെയ്ത് കാണിക്കുന്നുള്ളൂ. വേറെ ഒന്നും ആരെയും കൊന്നും കൊലവിളിച്ചൊന്നല്ലല്ലോ. അപ്പൊ ഇപ്പൊ പുള്ളിനെ തകർക്കാൻ വേണ്ടി മാത്രമാണ്. ഒരു നെഗറ്റീവ് വന്നപ്പോ ബാക്കി എല്ലാം അങ്ങനെ അങ്ങ് ആക്കി തീർക്കാൻ വേണ്ടി നോക്കുകയാണ്. ഇതില് ചോറ് തിന്നുന്നവർക്ക് അത് മനസ്സിലാവും. ഇത് സാധാരണപ്പെട്ട ആൾക്കാരുടെ സംസാരമാണ് ഞാൻ ഈ വെച്ച് തരുന്നത്. അവരൊക്കെ ഈ പറയുന്ന അച്ചായൻ 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 എന്നും പറഞ്ഞിരിക്കുകയാണ്. നമ്മളൊക്കെ പറയുമ്പോൾ നമ്മളെ നന്ദയ്ക്ക് വിളിക്കുക. അത് ബാക്കിയും കൂടെ വെക്കാം. ഞാൻ കുറേമാര് ഇറങ്ങിയിട്ടുണ്ടല്ലേ അച്ചായന്റെ നെഗറ്റീവും പറഞ്ഞുകൊണ്ട്. അത് അച്ചായനിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പറ്റിക്കാൻ വേണ്ടി മാത്രമായിരിക്കും. ഈ പെണ്ണുങ്ങൾ തന്നെ പെണ്ണുങ്ങളെ പറയിപ്പിക്കുന്നത്. ഇപ്പൊ ഒരുത്തി ഇങ്ങനെ ചെയ്ത ഒരു കോണ്ടന്റാണ് ഇപ്പൊ ഒരുത്തി ജയിലിൽ കിടക്കുന്നത്. ബാക്കിയുള്ള പെണ്ണുങ്ങളെ കൂടെ പറയിപ്പിക്കാനായിട്ട് കുറെ എണ്ണം അങ്ങനെ. ഇതൊക്കെയാണ് ആൾക്കാരുടെ സംസാരം. ഒരു വോയിസും കൂടെ ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും അച്ചായൻ ചെയ്ത പ്രവൃത്തി വെച്ച് എന്തായാലും കുറച്ച് ആളുകൾക്കെങ്കിലും സഹായമായിട്ടുണ്ട്. അത് വെച്ച് അയാൾ മുന്നോട്ട് തന്നെ പോകും. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് തകർക്കാൻ നോക്കിയാലും അച്ചായൻ മുന്നോട്ട് തന്നെ പോകും. നമ്മളെ പോലുള്ളവർ എന്തായാലും അച്ചായന്റെ കൂടെ ഉണ്ട്. ഇപ്പൊ സാധാരണപ്പെട്ട ആൾക്കാരെല്ലാവരും അച്ചായനെ വിട്ട് കളിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഈ പെണ്ണിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയങ്ങളൊക്കെ കാണാറുണ്ടല്ലോ. ഞാൻ സ്ഥിരം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു വിഷയം. അതും പരസ്പര സമൂഹത്തോടുള്ള ഒരു ചില കാര്യങ്ങളായിരുന്നു. അത് അവസാനം ഏത് രീതിയിലോട്ട് പോയി. അതായത് ഇപ്പം ഓരോ കേസ് ഇങ്ങനെ തെളിഞ്ഞ് അയാൾ നിരപരാധിയാണെന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു MLA ചെയ്യാൻ പാടില്ലാത്തതെന്ന് പറഞ്ഞാൽ ഇവരുമായിട്ടൊക്കെ ബന്ധം സ്ഥാപിച്ചു, വിശ്വാസത്തോടെ നിന്നു എന്നുള്ളൊരു ഇത് മാത്രമേ അദ്ദേഹം ചെയ്ത ഒരു തെറ്റും കാര്യങ്ങളൊക്കെ. അപ്പൊ അതുപോലെ തന്നെ വന്നുകൊണ്ടിരിക്കുക. ഇതിപ്പോ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഒന്നെങ്കിൽ ഇയാളെ കുറച്ച് പൈസ വിഴുങ്ങാൻ വേണ്ടി എന്തെങ്കിലും വല്ല സംസാരമോ കാര്യങ്ങളോ വല്ല നടന്നു കാണാമായിരിക്കാം, എനിക്ക് ഉറപ്പില്ല. അപ്പൊ അദ്ദേഹം ചിലപ്പോൾ ഭാവിന്ന ചക്കരുന്ന പൊന്നാരെ നല്ല വിളിക്കുകയൊക്കെ ചെയ്യും. ഞാൻ ഈ പുള്ളിയുടെ ഒരു മിസ്റ്റേക്ക് എനിക്ക് തോന്നിയിട്ടുള്ളൂ, ഈ കുട്ടികളെയൊക്കെ നിർത്തി ഈ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ പരമാവധി ഒന്നെങ്കിൽ അവരുടെ ഫോട്ടോസ് ബ്ലർ ചെയ്യുക, അതായിരിക്കും അത് ഒന്ന് ചെയ്താൽ നല്ലതായിരിക്കും.
ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. കാരണം അവർ നാളെ സ്കൂളിലൊക്കെ പോകുമ്പോഴും ഫ്രണ്ട്സിനെയൊക്കെ കാണുകയൊക്കെ ചെയ്യേണ്ട അങ്ങ് ഒരു ഇത് മാത്രമേ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ സംസാര ശൈലി എനിക്ക് അങ്ങോട്ട് എന്തോ പോലെ ഫീലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ എല്ലാം തുറന്നു പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ ഈ ചാരിറ്റി വിഷയം വന്ന സമയത്താണ് ഈ പെണ്ണ് വിഷയം കൂടെ പൊക്കിക്കൊണ്ടുവരികയൊക്കെ ചെയ്തത്. ഒരു കാര്യം ഞാൻ പറയാം, കോട്ടയത്ത് ഇദ്ദേഹത്തിന് നല്ല ശത്രുക്കളുണ്ട്. നല്ലതെന്ന് വെച്ചാൽ അടിപൊളിയാണ്. അന്വേഷിച്ച് വെച്ച് നോക്കുമ്പോൾ ഒരു അവസരം കിട്ടിയാൽ എങ്ങനെയെങ്കിലും അടിച്ചു തരാം. അത് ബിസിനസ് പരമായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. അദ്ദേഹം ഈ ഇടയ്ക്ക് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ തകർക്കാനും അതൊക്കെ നോക്കുന്നുണ്ട്. ഞാൻ വെച്ചിനിയിലെ തള്ളുവെല്ലാം തള്ളിയതായിരിക്കും. അല്ല, അന്വേഷിച്ചപ്പം ഇതേക്കത് നല്ല ശത്രുക്കളുണ്ട്, നല്ല ശത്രുക്കളും കാര്യങ്ങളും ഉണ്ട്. അവസരം കിട്ടിയാൽ പണിയാൻ വരെ ഇരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. കാരണം അത്രയ്ക്ക് ബുദ്ധിമുട്ടായിക്കൊണ്ട് ഇരിക്കുകയാണ് ടോണി അച്ചായൻ എന്നാണ് പറയുന്നത്. അദ്ദേഹം ആൾക്കാർക്കെല്ലാം ചെയ്യുന്നുമുണ്ട്. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ബിസിനസ് വളർത്താനാവാം. അതൊക്കെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഈ പെണ്ണ് വിഷയം കൊണ്ടിട്ടത് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. അതെന്തിനാണ് സത്യത്തില്ല. എന്തായാലും അദ്ദേഹത്തിന്റെ സൈഡ് മാത്രം സംസാരിക്കും. ഒരാൺ അങ്ങനെ ഇപ്പൊ സപ്പോസ് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തെ ഒരു പെണ്ണ് സംസാരിക്കാതെ ഒരാൺ അങ്ങനെ സംസാരിക്കത്തില്ല. അത് ബുദ്ധിയുള്ളവർക്ക് അത് മനസ്സിലാവും. ഇതാണ് ഈ വിളിച്ച ആളും. ഞാനിപ്പോ സംസാരിച്ച ഒരു വ്യക്തി, അവർ സ്ത്രീയാണ്, അവരും പറയുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ മോനെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. ഇനിയെങ്കിലും ഒറ്റയാൾക്കൊക്കെ നിർത്തിക്കൂടെ. ഇപ്പൊ ഒരു പെണ്ണ് പറഞ്ഞു കേട്ടില്ലേ, പെണ്ണുങ്ങൾ തന്നെയാണ് പെണ്ണുങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്നുള്ള രീതിയിലാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവന്മാർ പുറത്തു വിടട്ടെ, അല്ലെങ്കിൽ കൊണ്ട് കേസ് കൊടുക്കുക. പിന്നെ അതിൻ്റെ ഇടയ്ക്കാണെങ്കിലും മല്ലു കോമ്പസോ ഞാൻ അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നത്. കാരണം ജിമ്മ് പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇടാറുണ്ട്, വർക്കൗട്ടിൻ്റെ ഒക്കെ. അപ്പം ഞാനത് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഇവർ ലീവിങ് ടൂതറും കാര്യങ്ങളൊക്കെയാണ്. ഈ അടുത്താണ് അവരുടെ കല്യാണം കാര്യങ്ങളൊക്കെ കഴിയുകയൊക്കെ ചെയ്തത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചോക്ലേറ്റിൻ്റെ ഒരു പരസ്യം ഉണ്ടായിരുന്നു. അവരുടെ പരസ്യമല്ല, ഒരു ചെറിയൊരു പ്രൊമോഷൻ. അത് ചോക്ലേറ്റ് ഒക്കെ കഴിച്ചിട്ട് കുറച്ച് സമയമൊക്കെ കഴിഞ്ഞിട്ട് കാര്യത്തിലോട്ടൊക്കെ കടക്കുമ്പം അത്യാവശ്യം ഈ എന്താ പറയുക, ഈ ടൈമിങ്ങിൻ്റെയും അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് അവരുടെ കല്യാണം തന്നെ. ഓക്കെ, എന്തായാലും ആ ചേച്ചി അത്യാവശ്യം ആങ്കറിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു ടീമാണ്. ഞാൻ എന്തായാലും അവരുടെ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് വെച്ച് തരാം. ടോണിച്ചായന്റെ കുറെ വിശേഷങ്ങളാ. ഞാൻ പണ്ടേ ക്യാമറ നാട്ടിൽ മൊത്തം ടോണിച്ചായന്റെ കുറെ വിശേഷങ്ങളാ. ഞാൻ പണ്ടേ ഇവളോട് ഞാൻ പറഞ്ഞായിരുന്നു ഞാനൊരു വീഡിയോ എടുത്ത് ചെയ്യാന്നുള്ള കാര്യം. അവിടെ പറഞ്ഞാൽ വേണ്ട, വിട്ടുകളാ. ഇവൻ ചാരിറ്റി ഒക്കെ ചെയ്യുന്നൊക്കെ എന്തോ ആയിക്കോട്ടെ. അപ്പം എനിക്ക് ഉറപ്പായിരുന്നു ഇപ്പം എന്നും കുടുങ്ങുമെന്നുള്ളൂ. വേറെ നടക്കുന്നേ ഉള്ളൂ, എനിക്ക് 100% ഉറപ്പുള്ളത്. വേറെ ആരും അല്ല. ഇപ്പം ഇവള് ആങ്കർ MC ആണ്. അപ്പം പലപ്പോഴും വർക്കിന് പോവും. അപ്പൊ നീ ടോണിച്ചാന്റെ ഇവിടുത്തെ വർക്കിന് പോയിട്ടുണ്ടല്ലോ? 4 ഇവന്റ് ചെയ്തു. 4 പുള്ളി അവരുടെ ഇതിനകത്ത്. അപ്പം എപ്പോഴും നിനക്ക് മെസ്സേജ് അയച്ച ആള് 3ാമത്തെ ഇവന്റ് കഴിഞ്ഞു. എന്തോ അയച്ചേ? തൊലി അങ്ങ് ഉരിഞ്ഞ് നമ്മളത് എന്തോ നമ്മളെ തൊലി ഉരിഞ്ഞു പോവും. അത് കണ്ടിട്ട് വേറെ നീ അവിടെ മറ്റേ പരിപാടി കഴിയുമ്പോ എന്തോ അച്ഛന്റെ ഫോണോ എന്തോ ടിവിയോ, കുടുംബസംഗമത്തിന് കുറെ ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അയ്യോ വേണം എടുത്തോ കറി വെച്ചോ. ഞാൻ അല്ലെങ്കിൽ അങ്ങയുടെ കോഴിത്തര സഹിക്കാൻ വയ്യ. അപ്പൊ ഇനിയിപ്പോ ടിവി ഒക്കെ എടുത്ത് വെച്ചിട്ട് അപ്പൊ എന്റെ അടുത്ത് മറ്റേ ക്യാമറ ടീമിലുള്ള പറഞ്ഞായിരുന്നു. എന്റെ പൊന്നു ചേച്ചി എന്താണെങ്കിലും ഇങ്ങനെ കോഴിത്തരം കാണിക്കും. ആ സൈഡിലൊരു 54 ഇഞ്ചിന്റെ 42 ഇഞ്ചിന്റെ ടിവിയാ. അല്ല, ഞാൻ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഇങ്ങനൊരു അനുഭവം അവർക്ക് ഉണ്ടായപ്പോൾ, അതായത് ആ മുത്തേ പഞ്ചാരെ കോഴിച്ചാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആ ഭർത്താവിന്റെ തുടക്കത്തെ ഡയലോഗ് നിങ്ങൾ കേട്ടില്ലേ? ഞാൻ ആദ്യമേ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്താലോ എന്നുള്ള രീതിയിലാണ്. നട്ടുള്ള ആണായിരുന്നെങ്കിൽ അവിടെ പോയി ചോദിച്ചേനെ, അല്ലെങ്കിൽ ആരാണ് പൊട്ടിച്ചേനെ. ഇവിടെ എല്ലാ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എല്ലാ പെണ്ണുങ്ങൾക്കും വരുന്നയും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സ്പോട്ടിൽ പ്രതികരിക്കണം. ഇല്ലെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. നിങ്ങൾ എന്തുകൊണ്ട് അത് സ്പോട്ടിൽ പ്രതികരിച്ചില്ല? അവിടെ പോയി ചോദിക്കാമായിരുന്നല്ലോ. അതല്ല സോഷ്യൽ മീഡിയ വന്നിട്ട് എന്റെ ഭാര്യ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു, ഞാൻ കെട്ടാൻ പോകുന്ന വേണ്ടിയിട്ട് ഇങ്ങനെ സംസാരിച്ചു, സോഷ്യൽ മീഡിയയിലെ നാട്ടുകാരെല്ലാവരും കണ്ട് അവരാണോ പോയി ഇത് ചെയ്യുന്നത്? അല്ലല്ലോ. ഇവിടെ കോടതിയുണ്ട്, നിയമമുണ്ട്, പോലീസുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. സോഷ്യൽ മീഡിയ വന്ന് പറയുന്നത് അപ്പൊ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഈ മസല മാത്രമേ ഉള്ളൂ, നട്ടലെന്ന് പറഞ്ഞൊരു കാര്യമില്ലേ? നാണുമാരുമില്ലേ? അങ്ങ് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചെയ്യണമായിരുന്നു. നിങ്ങളുടെ ഭാഗത്ത് കുഴപ്പമാണത്. ഇപ്പൊ വന്നിട്ട് ഇവിടെ വളരെ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ഇത് ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട്. പല കാര്യത്തിൽ ഇദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ട്രെൻഡിങ് ആയിട്ടൊരു സംഭവം പോകുന്നുണ്ടെങ്കിൽ അവിടെ കയറിയിട്ട് അഭിപ്രായം പറയും. എന്നിട്ട് ഇത് ഇങ്ങനായിരുന്നു എന്ന് പറഞ്ഞിട്ട് പോവുകയൊക്കെ ചെയ്യും. അതും ജിമ്മിന്റെ വീഡിയോ ആണ് കൂടുതലും ചെയ്യുന്നത്. അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ട്രെൻഡിങ് ആയിട്ടൊരു സംഭവം ഉണ്ടെങ്കിൽ വന്നിട്ട് ആ വിഷയത്തിന് ഇപ്പോഴല്ലേ ടോണി അച്ചായനെ കുറിച്ച് ഈ ഒരു ഇത് വന്നപ്പോൾ ഇദ്ദേഹം കിടക്കുന്നത്, ഇദ്ദേഹം കോഴിയാണ് അങ്ങനെയാണെന്നും പറഞ്ഞിട്ട് ഇദ്ദേഹം വരികയൊക്കെ ചെയ്ത് ഇദ്ദേഹത്തിന്റെ ഈ ചാരിറ്റിയുടെ കുറച്ച് വിഷയങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നി ഞാൻ എന്റെ വീഡിയോ പറയുകയൊക്കെ ചെയ്തതാണ്. ഇപ്പൊ വന്നിട്ട് ഈ സംസാരിക്കുക വെക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെയൊക്കെ കാര്യത്തിൽ പുച്ഛം മാത്രമേ ഉള്ളൂ. ഇവിടെ നട്ടലില്ലാത്തവനായി പോകുന്നത് ഈ നിൽക്കുന്ന ചേച്ചിയുടെ ഹസ്ബൻഡാണ് സത്യത്തിൽ നട്ടലില്ലാത്തവനായിട്ട് നാട്ടുകാർ വിചാരിക്കത്തുള്ളൂ അല്ലേ? ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ തെളിച്ചോളാന്നും പറഞ്ഞുള്ള രീതിയിൽ എന്തുപോലെ
എന്തോ ഇപ്പം പിന്നെ ഈ ടോണി അച്ചായന്റെ വിഷയത്തിലാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ആൾക്കാരെ കോൺടാക്ട് ചെയ്തെന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞ എന്ത് തെളിവ് വേണമെങ്കിലും ഞങ്ങൾ തരാം, ഞങ്ങൾക്ക് തന്ന പൈസയുടെ കാര്യങ്ങളൊക്കെ. പുള്ളി പെട്ടെന്ന് കാര്യങ്ങൾ വന്ന് ചെയ്തിട്ട് അങ്ങ് പോവാണ്. പിന്നെ 2-3 മാസത്തേക്കുള്ളത് കാര്യങ്ങൾ അവിടെ ചെയ്ത് കൊടുത്തിട്ടാണ് പുള്ളി പോവുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് എനിക്ക് ഇവിടുത്തെ വീഡിയോ പറയാനുള്ളത്. എന്തായാലും എനിക്ക് കുറച്ച് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കുറച്ച് ആൾക്കാർ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെറ്റയിൽ അവർ കള്ളം പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയണം. ഇല്ല ക്യാൻസർ പേഷ്യന്റ് ഒരാൾ വന്നിട്ട് ഇനി ഈ അച്ഛനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാണോ, എന്തായാലും അദ്ദേഹം പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർക്ക് ആ ഒരു രോഗം ഇല്ല, അല്ലെങ്കിൽ അവർ പറഞ്ഞത് കള്ളമാണെങ്കിൽ അതും കൂടെ ഒന്ന് അറിയണം. കാരണം ഇപ്പം വന്നിട്ട് പല യൂട്യൂബേഴ്സിനെതിരെ അവർ സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. അതൊന്ന് കറക്റ്റായിട്ട് അറിയണമെന്നുണ്ട്. പിന്നെ അതിപ്പോൾ എന്തായാലും എൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇന്ന് കിട്ടുകയൊക്കെ ചെയ്യും. എനിക്ക് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അന്വേഷിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് കിട്ടിയാൽ ഉറപ്പായിട്ടും ഞാൻ നിങ്ങളുടെ അടുത്ത് തന്നെയായിരിക്കും. ഇപ്പോൾ വന്നിട്ട് കുറേ പെണ്ണുങ്ങളുടെയൊക്കെ ഇടയിൽ നമുക്കറിയാം ചില ആൾമാരൊക്കെ അങ്ങ് ചെന്നെല്ലാം കഴിഞ്ഞിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാകാം നമുക്ക് ഇട്ടുണ്ടാക്കാനാന്ന് പറയുമ്പോൾ ചിലവരൊക്കെ അങ്ങ് പോകും. ആ സമയത്ത് ഇവന്മാരൊക്കെ അവസരം നോക്കിയിരിക്കും എന്തെങ്കിലും ഇവനിട്ടൊക്കെ പണിയാൻ വേണ്ടി. അങ്ങനെ കുറേ എണ്ണമുണ്ട്. അത് ഇനി ഒറിജിനലാണോ ഇനി ആരെങ്കിലും പടച്ചു വിട്ടാണോ എന്ന് അറിയത്തില്ല. പക്ഷെ കോട്ടയത്ത് അന്വേഷിച്ചപ്പം ഇയാൾക്കിട്ട് പണിയാൻ 1 വർഷം കൊണ്ട് കുറെ ആൾക്കാർ കാത്തിരിപ്പുണ്ട്, നല്ല ടീമുകളും കാര്യങ്ങളൊക്കെ. അച്ഛനെ ഒതുക്കാൻ തന്നെ. അത് കറക്റ്റ് വിവരമാണ്. അത് സമയമാകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്തു തരാം.